സിസ്റ്റർ റാണി മരിയ എല്ലാ അർത്ഥത്തിലും പാവങ്ങളുടെ അമ്മയായിരുന്നു. 1995 ഫെബ്രുവരി 24 വെള്ളിയാഴ്ച സിസ്റ്റർ റാണി മരിയായുടെ ഒരു നീണ്ട യാത്രയുടെ തലേന്നാൾ. സിസ്റ്റർ കേരളത്തിലേക്ക് തിരിക്കുകയാണ്. ആലുവ FCC ജംഗ്ലേറ്റിൽ ഒരു കോൺഫറൻസിൽ സംബന്ധിക്കുന്നതിനാണ് യാത്ര. ഒപ്പം പുല്ലുവഴിയിലെ തൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കണം. 2 വർഷം കൂടിയുള്ള യാത്രയാണ്. 1 മാസം കഴിഞ്ഞാൽ തിരിച്ചെത്തും. അതിനാൽ ഉത്തരവാദിത്തങ്ങളെല്ലാം തലേ ദിവസം തന്നെ തീർത്തു വയ്ക്കുവാൻ അവർ ഉത്സാഹിച്ചു. കണക്കുകളെല്ലാം എഴുതി തീർത്തതിന് ശേഷം രാത്രി തന്നെ സുപ്പീരിയറിനെ അവയെല്ലാം ഏൽപ്പിച്ചു. ഇൻഡോറിൽ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നായിക്കമ്പറമ്പലിൻ്റെ നേതൃത്വത്തിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമായുള്ള ധ്യാനത്തിൽ പങ്കെടുത്തതിനു ശേഷം തിരിച്ചെത്തിയതായിരുന്നു സിസ്റ്റർ സുപ്പീരിയർ. സിസ്റ്റർ റാണി മരിയയെ കണ്ടപ്പോൾ സുപ്പീരിയർ ധ്യാനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചു. ധ്യാനവേളയിൽ തങ്ങളുടെ തന്നെ സഭാംഗമായ സിസ്റ്റർ തെരേസയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഒരു ദർശനം ഇപ്രകാരമായിരുന്നു: നമ്മുടെ സഭയിലെ ഒരു സിസ്റ്റർ രക്തസാക്ഷിയാകും. വളരെ ഗൗരവത്തോടും ആശങ്കയോടും കൂടി സുപ്പീരിയർ ഈ ദർശനം പങ്കുവച്ചപ്പോൾ സിസ്റ്റർ റാണി മരിയ എല്ലാം കേട്ട് വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിറ്റേ ദിവസം, അതായത് 1995 ഫെബ്രുവരി 25 രാവിലെ 8:15 മഠത്തിൻ്റെ മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ബസ്സിൽ സിസ്റ്റർ റാണി മരിയ കയറി. അവിടെ നിന്ന് വീണ്ടും ഭോപ്പാലിലേക്ക് ബസ് കയറണം. ഭോപ്പാലിൽ നിന്ന് വേണം കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്ര. ഇൻഡോറിലേക്കുള്ള ബസ് യാത്ര സിസ്റ്ററിൻ്റെ അവസാനത്തെ യാത്രയായിരുന്നു. ആ ബസ്സിൽ ഉണ്ടായിരുന്ന സമന്തർ സിംഗ് തൻ്റെ കയ്യിലിരുന്ന കഠാര കൊണ്ട് സിസ്റ്ററിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. സിസ്റ്ററിൻ്റെ മുഖത്തും ആഞ്ഞുകുത്തി. തലമുണ്ട് വലിച്ചു കീറി മുടിക്കുത്തിന് പിടിച്ച് ബസ്സിന് വെളിയിലേക്കിടാൻ ശ്രമിച്ചു. സിസ്റ്റർ ബസ്സിൻ്റെ കമ്പിയിൽ പിടിച്ചു. അപ്പോഴയാൾ കയ്യിൽ വെട്ടി. 2 കാലുകളിലും പിടിച്ച് വലിച്ചിഴച്ച് ബസ്സിന് വെളിയിലേക്കിട്ടു. സിസ്റ്റർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അവസാനമായി സിസ്റ്റർ ചോദിച്ച ചോദ്യവും ഇതായിരുന്നു. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളെ നീ വഴിപിഴപ്പിക്കുന്നു, ഞങ്ങളുടെ വരുമാനം മുട്ടിക്കുന്നു, അതുകൊണ്ട് നീ മരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമന്തർ സിംഗ് സിസ്റ്ററിനെ വീണ്ടും വീണ്ടും ആഞ്ഞുകുത്തി. ആ ദുർബല ശരീരത്തിൽ നിന്ന് എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ എന്ന നിലവിളി ഉയർന്നുകൊണ്ടിരുന്നു. 35 തവണ കുത്തിയതിനു ശേഷമാണ് നീണ്ട കഠാര അയാൾ വലിച്ചെറിഞ്ഞത്. ആ ശരീരം മണ്ണിനോട് ചേർന്ന് നിശ്ചലമാകും വരെ അയാൾ ആർത്തട്ടഹസിച്ചു. മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് അയാൾ കാട്ടുപാതയിലൂടെ ഓടി രക്ഷപ്പെട്ടത്. അങ്ങനെ 1995 ഫെബ്രുവരി 25 വേദനാനിർഭരമെങ്കിലും ത്യാഗോജ്വലമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ദിനം. ഓരോ ക്രൈസ്തവനെയും പ്രചോദിപ്പിക്കുകയും പുളകം കൊള്ളിക്കുകയും ചെയ്യുന്ന പുണ്യദിനം. ഇൻഡോർ റാണി സിസ്റ്റർ റാണി മരിയ കുത്തേറ്റ് മരിച്ച ദിനം. ഫെബ്രുവരി 27 തിങ്കളാഴ്ച രാവിലെ കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം സിസ്റ്ററിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് 102 കിലോമീറ്റർ ദൂരെയുള്ള ഉദയനഗറിലേക്ക് വിലാപയാത്ര ആരംഭിച്ചു. 125 പരം വാഹനങ്ങളുടെയും 12,000 ജനങ്ങളുടെയും അകമ്പടിയോടെയാണ് യാത്ര. അന്നുവരെ ഇൻഡോർ നഗരം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിലാപയാത്ര. തിരുഹൃദയ നാമത്തിൽ സ്ഥാപിതമായ ഇടവക പള്ളിയിലെ സെമിത്തേരിയിൽ ആ ഭൗതിക ശരീരം അടക്കം ചെയ്തു. സിസ്റ്റർ റാണി മരിയയുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ അനേകർ ഇന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥതയിൽ നിരവധി അനുഗ്രഹങ്ങളും അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും ലഭിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു. സിസ്റ്റർ റാണി മരിയയുടെ ഘാതകനായ
സമന്തർ സിംഗിനെ സിസ്റ്റർ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമി ജയിലിൽ ചെന്ന് കണ്ട് രക്ഷാബന്ധൻ ദിനത്തിൽ അവൻ്റെ കരങ്ങളിൽ രാഖി കെട്ടി തൻ്റെ സഹോദരനായി സ്വീകരിച്ചു. അമ്മ എലിശ്വ തൻ്റെ അരുമ മകളെ കൊന്ന ആ ഘാതകന്റെ കരങ്ങൾ ചുംബിച്ച് ആശ്ലേഷിച്ചു. പിന്നീട് സിസ്റ്റർ റാണിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ക്ലാരിസ്റ്റ് സന്യാസിനികളും ഇൻഡോർ ബിഷപ്പ് ജോർ ആനാത്തിൽ പിതാവും സമന്തറിനോട് ക്ഷമിച്ചതായി മധ്യപ്രദേശ് ഗവർണർക്കും ജയിൽ അധികാരികൾക്കും അപേക്ഷ നൽകി. അങ്ങനെ 2006 ഓഗസ്റ്റ് 22 സമന്തർ ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ സമന്തർ പുല്ലുവഴിയിൽ ചെന്ന് സിസ്റ്റർ റാണി മരിയയുടെ മാതാപിതാക്കളെ കണ്ട് ക്ഷമയാചിച്ച് മാനസാന്തരപ്പെട്ടു. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഫാദർ മൈക്കിൾ പുറാട്ടുകര എന്ന സ്വാമിയച്ഛനായിരുന്നു. സിസ്റ്റർ റാണി മരിയയുടെ നാമകരണ നടപടികൾ 2003 ഫെബ്രുവരി 25 കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഉദയനഗറിൽ വെച്ച് 8ാം ചരമവാർഷികാചരണത്തിൽ ആരംഭിച്ചു. 2017 നവംബർ 4 സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി തിരുസഭ പ്രഖ്യാപിച്ചു. അടുത്തത് വിശുദ്ധ നാമകരണ പ്രഖ്യാപനമാണ്. ഭാരതസഭയിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന് മരണമടഞ്ഞ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി തിരുസഭ ഈ പുണ്യാത്മാവിനെ എത്രയും വേഗം വിശുദ്ധയായി പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥം നമുക്കും യാചിക്കാം. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കും ധൈര്യം നൽകണമേ എന്ന് നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഏവർക്കും വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.